ഹായ്, ജലീൽ ഫ്രം വിയാചോക്ക്. അയൺ ഡെഫിഷ്യൻസി സ്ത്രീകളിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഡെഫിനറ്റ്ലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ എല്ലാ മാസവും നാച്ചുറലായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവുമ്പോൾ അവർക്ക് ഹെമോഗ്ലോബിൻ എപ്പോഴും കുറവായിരിക്കും. ഈ ഹെമോഗ്ലോബിൻ്റെ കുറവ് അവരെ പലതരത്തിലും ബാധിക്കും. കാരണം ഞാൻ നേരത്തെ വേറൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി പലർക്കും പല വിധത്തിലുള്ള സിംറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വൈഫോ അല്ലെങ്കിൽ ഞങ്ങളുടെ മദറോ അല്ലെങ്കിൽ കുട്ടികളോ പെൺകുട്ടികളോ ഒക്കെ പിന്നെ പ്യൂബിറ്റിയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ കുട്ടികളിലും 60% കുട്ടികളും അനീമിക്കാന്ന് എന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് എടുത്തു ചാടും, പെട്ടെന്ന് ദേഷ്യം പിടിക്കും, ചെറിയ ഒരു തീരെ ടോളറൻസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അവർക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയോ ഉള്ളതാവാം. കാരണം അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ അവൾ നല്ല കൂളായിട്ട് കാമായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവരുടെ പീരീഡ്സിന്റെ സമയത്ത് അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ബോഡി പെയിൻ ഉണ്ടാവും. ഒന്നും പറയുന്നതൊന്നും കേൾക്കാൻ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ചില വീടുകളിൽ വലിയൊരു കലഹമായി മാറാവുന്നത് പോലും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണാതെ പോകുന്ന ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു വില്ലനാണ് ഈ അയൺ ഡെഫിഷ്യൻസി. ആ സമയത്ത് അവർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കുക, അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുക. ചോക്ലേറ്റിൽ പ്രത്യേകിച്ചിട്ട് കോക്കോ ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലവനൈഡ്സ് എന്ന് പറഞ്ഞുള്ള ബോഡിയിൽ കിട്ടുന്നത് കൊണ്ട് ഈ മൂഡ് സ്വിങ്സിനൊക്കെ വളരെ ഉപകാരമാണ്. അതിൻ്റെ കൂടെ അയൺ റിച്ച് സീഡ്സും ഒക്കെ കിട്ടുമ്പോൾ ഉള്ള ഗുണമുണ്ടല്ലോ, എക്സലന്റ്. യു വിൽ നോട്ട് ബിലീവ് ഇത്രമാത്രം ഇത് ചേഞ്ചസ്, സമാധാനം, എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനമാണല്ലോ വീടുകളിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു ഇഷ്യൂ ആണ് നടക്കുമ്പോൾ കിതപ്പുണ്ടാവുക, മുടി കൊഴിച്ചിൽ. സ്ത്രീകളിലുള്ള വലിയ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. അതേപോലെ തന്നെ അവരുടെ കണ്ണിൻ്റെ അടിയിലുള്ള സർക്കിള്, ബ്ലാക്ക് സർക്കിള്, അതേപോലെ പ്രായം തോന്നിക്കുക എന്നുള്ള ഒത്തിരി ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് അയൺ ഡെഫിഷ്യൻസിനെ കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് അയൺ റിച്ച് ഫുഡും കഴിക്കാം. പക്ഷേങ്കിൽ നിങ്ങൾ വെജിറ്റബിളും ഫ്രൂട്ട്സും അയൺ ഡെഫിഷ്യൻസി ഫുഡ് കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും വിറ്റാമിൻ സി അതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന് പറ്റുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഡെയിലി ഭക്ഷണത്തിന് ശേഷം ഒരു വിയാചോക്ക് കഴിക്കുക എന്നുള്ളൊരു സ്വഭാവം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കുറേ രോഗങ്ങളിൽ നിന്ന് മാറിയേക്കാം. ജീവൻ നന്നായിട്ട് ഫുള്ളി എൻജോയ്മെൻറ്റ് ചെയ്യാം. അത് നിങ്ങൾ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു ചോക്ലേറ്റ്, നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ്, അതിൽ കുറേ അയൺ റിച്ച് സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അടങ്ങിയ, ബദാം, പിസ്ത പോലെ അടങ്ങിയ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പ്രശ്നമില്ല. പക്ഷേ എപ്പോഴും നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരു ചോക്ലേറ്റിൻ്റെ കണ്ടെയ്നർ ഉണ്ടായി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം ഒരു ചോക്ലേറ്റ് എന്നുള്ളൊരു സ്വഭാവം വളർത്തിയെടുത്താൽ ജീവിതത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളിലും സ്ത്രീകളിലും കാണാൻ പറ്റും. Thank you. Good day.